ഒരു പാട്ട് കേട്ടോ എല്ലാവർക്കും. നിങ്ങൾക്ക് സുഖമാണോ? ജന്മങ്ങൾ ബ്രോ അതിപ്പോ നമ്മളൊരു ചെറിയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഒരു ഇനിഷ്യലും കഴിഞ്ഞ ഒരു പ്രീവാറും കഴിഞ്ഞു. പ്രീവാർ നമ്മൾ ഡൗൺ ആണ്. നമ്മളൊരു വാർ വിളിക്കുന്നുണ്ട്. ഓർമ്മയുണ്ട്, നല്ലോണം ഓർമ്മയുണ്ട്. അതാണ് ബ്രോ ആയിരുന്നോ? അപ്പം ബ്രോ അത് കഴിഞ്ഞൊരു പ്രീവാർ കടന്നു. അപ്പം നമ്മൾ ഓൾ ഡൗൺ ആയിരുന്നു. അതെ. അപ്പം നമുക്കൊരു വാർ വിളിക്കണം. അപ്പം ബ്രോ എങ്ങനെയാണ്? ഞങ്ങക്ക് ബ്രോ എങ്ങനെയാണ്? അതെ, നമ്മൾ വാർ നമുക്ക് ഇവിടെ ഇപ്പൊ ഭയങ്കര PL അല്ലേ, അപ്പൊ നമുക്ക് വാർ നാളത്തേക്കാ. നമുക്ക് നിങ്ങളുടെ സെയിം ഇഷ്യൂ നമുക്കുണ്ട് ബ്രോ. നാളത്തേക്ക് നമുക്കറിയേണ്ട ആവശ്യമില്ല ബ്രോ. ഇതായിരുന്നു ഇങ്ങോട്ട് പറഞ്ഞതേ കുറെ നേരം. അതെ സിംഹ, ഞാൻ ആദ്യമേ വിളിച്ച് സംസാരിച്ചത്. ഞാൻ ബ്രോ പറയട്ടെ ഇറങ്ങിട്ട്. പറയല്ലേ നിങ്ങൾ ഇച്ചിരി നിങ്ങൾ ഇവിടെ മീറ്റിംഗ് ഏരിയയില് 2 കാര്യം മാത്രം പറഞ്ഞാൽ മതി. വാറ് കളിക്കുന്നുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ ടൈം. ഓക്കെ, വേറെ സംസാരം 2 സൈഡിൽ നിന്നും വേണ്ട. അതായത് സമയമുണ്ടല്ലേ വാരം നടിക്കാം. സിറ്റുവേഷൻ മനസ്സിലാക്ക്. സത്യം ഓൾറെഡി പറഞ്ഞില്ലേ ബ്രോ? സിറ്റിയുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മൾ പറയുന്നത് നാളത്തേക്ക് ആക്കുമെന്ന് ചോദിക്കുന്നതാണ്. നമുക്ക് ഇനിഷ്യലി ഇതേ സെയിം ഇഷ്യൂ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളായിട്ട് നമ്മൾ പറഞ്ഞപ്പം നിങ്ങൾക്ക് അപ്പൊ ഇറങ്ങണം. ഈ സിറ്റുവേഷൻ നാളത്തേക്ക് നമുക്ക് ഇതേ ഇഷ്യൂ ഉണ്ട്. നമുക്കും PL ഉണ്ട്. നമുക്കും ഒരു 15 മിനിറ്റ് 15 ശരി ശരി 22 വിളിച്ചോ. ശരി ശരി ശരി. SRR TGA വാറാണ് നടക്കുന്നത്. വാർ നോക്കാം. AVX അവിടെ കണ്ടിന്യൂ ആയിട്ടില്ല. ആക്ച്വലി ചെക്ക് ചെയ്യുന്നുണ്ട്. SRR ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. TGA വലിയ മൂവ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല. അവർ ഈ ഒരു സ്ഥലത്ത് തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ബട്ട് SRR ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി അടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. SRR വാട്ട് ആർ ദി പ്ലാനിങ്? ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ. TGയുടെ രാവു ഒക്കെ ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട് ഓൾറെഡി. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ് സപ്പോർട്ട് ചെയ്യുക. റോഡ് ടു 13K. യെസ് everybody, welcome to the stream. Thank you so much for joining. നല്ല രീതി അടി. നിൽഗോട്ടിന് എൻ്റെ പൊന്ന്, അത് ആരുടെ നാടിയിട്ടത്? സ്വന്തം ടീമിൻ്റെ നാടിയിട്ടത്. നിൽഗോട്ടിൻ്റെ മണ്ടയിലോട്ട് അടി വന്നുണ്ടായിരുന്നത്. അല്ലടാ അത് TG ആടാ. അല്ല TG അല്ലായിരുന്നു, SRR. TG ഇറങ്ങിയപ്പോഴത്തേക്ക് SRR വണ്ടി എടുത്ത് പോയി. SRR ഫുള്ള് ഹൈ ഗ്രൗണ്ടിൽ ഇറങ്ങി അടിക്കുന്നുണ്ട്. ജോഡക്സ് PK കത്തിയെന്ന് തോന്നുന്നു കേട്ടോ. നിക്കി ചത്ത്. അസീം ദില്ലിയെ വണ്ടി വെച്ച് ഇടിച്ചു വന്ന്. അവിടെ വീഡിയോ ആയിട്ടുണ്ട്. നിൽഗോട്ട് ആരൊക്കെയോ അടിക്കുന്നു. TG ഒരാൾ ലെഫ്റ്റ് ആയി കേട്ടോ. അവൻ ഡെഡ് ആയില്ല, പക്ഷെ ലെഫ്റ്റ് ആയതാണ് മിക്കവാറും. അസീം ആരെയോ എടുത്തിട്ടുണ്ട്. അവിടെ ലോങ്ങിൽ അടി കിടക്കുന്നു. എൻ്റെ അമ്മയുടെ പൊതയുന്നു. SRR മാമച്ചനെ എല്ലാവരും കൂടെ ചേർന്ന് അടിച്ചു. ഡെവിൻ എസ്കോബാർ
സൈക്കോ എല്ലാരും കൂടെ കേറി വരുന്നുണ്ട്. ഇവിടെ ആരാണ് TJ-യുടെ ഉള്ളത്? TJ-യുടെ നിക്കി, ക്രിഷ്, ഡിങ്കൻ എല്ലാവരും ഉണ്ട്. ഈ റിജിന്റെ താഴെയായിട്ടാണ് അവർ നിൽക്കുന്നത്. ഡ്രേക്കൻ ലോങ്ങിൽ നിന്ന് അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. റിജിന്റെ മേളിൽ ഇപ്പം കറന്റ് ഉള്ളത് ഒഡീസി ടീംസ് ഉണ്ട്. SRR ആഷ് കയറി വരുന്നുണ്ട്. ഇവിടെ ഡിങ്കൻ പിക്ക് എടുത്തിരിക്കുന്നു, ഒഡീസി കൃഷിനെ എടുത്തിരിക്കുന്നു. ഇവിടെ രാഹുലൊക്കെ നല്ല രീതിയിൽ അടി കിട്ടുന്ന കേട്ടോ. രാഹുൽ ഡെഡായി, ദില്ലി രാഹുലിനെടുത്തു, ഡെവിൻ എസ്കോബാർ TJ ഡ്രേക്കിനെടുത്തു. ഡിങ്കനെ ഡൗൺ ആക്കി സൈക്കോ. ബക്കി ബക്കി അത്രയും പേര് അടിച്ചതിന്റെ ഇടയിൽ കൂടെ ഒരു പിക്ക് എടുത്തു കേട്ടോ. ഇങ്ങനത് ഇനി കത്തിപ്പോയ ഒരാളുണ്ട് കേട്ടോ. എപ്പോഴും എല്ലാവരും ഡൗൺ ആയാ? എന്താ അവസ്ഥ? ബ്രോ എടുക്കുമ്പോ ആലോചിച്ച് കണ്ടൊക്കെ എടുക്കണേ ബ്രോ. ആരും എടുക്കണേന്ന് ബ്രോ. കൂട്ടത്തിൽ ഒരാൾ എടുത്താ ഇതേപോലെ കിടക്കും. എനിക്ക് അത്ര പറയാനുള്ളൂ. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വന്ന് എനിക്ക് ഹെൽപ്പ് വേണം കേട്ടോ. ഇവിടെ TJ-യുടെ GRV അടിക്കാന്ന് വന്ന് സംസാരമുണ്ട്. ആരെങ്കിലും ഒരാള്, ടോമോ, മഹാദേവ്, ആരെങ്കിലും ഒരാൾ വന്ന് കേട്ടോ. അതാണ് എന്റെ പവർ. ബ്രോ നോക്കി കണ്ടൊക്കെ ആൾക്കാർ എടുക്കണേ ബ്രോ. ഈ ഗ്യാങ് ഡ്രസ്സർമാരെ എടുക്കല്ലേ നീ. നിന്റെയൊക്കെ ക്രൈസ്റ്റിലെ കൊത ഞാൻ കേറി വിട്ടിട്ടുണ്ട്. ചോദിച്ചാ മതി. കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. ഇമാർക്ക് ഇങ്ങനെ ഇത് നോക്കി നിൽക്കാൻ പറ്റത്തില്ല കേട്ടാ. ഇൻഫർമേഷൻ നോക്കി